ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സത്യധർമാദികളെ കൈവിടാതെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇവർ ഏറ്റെടുത്തതായിട്ടുള്ള ഏതു കാര്യമായാൽ പോലും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഭംഗിയായിട്ടും ചെയ്തു തീർക്കുന്നവരാണ്. കുംഭം രാശിയിലാണെങ്കിൽ 45 നാഴികയും മീനം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണ നക്ഷത്രമാണ് പൂരോരുട്ടാതി നക്ഷത്രം. പൂരോരുട്ടാതി നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ 5ാം ഭാവനാഥനായിക്കൊണ്ട് നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ. വിശേഷിച്ച് കുടുംബപരമായിട്ടും ധനപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. കുടുംബാധിപനും ലാഭാധിപനുമായിരിക്കുന്ന വ്യാഴം 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിശേഷിച്ച് 7ാം ഭാവാധിപതി നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലെല്ലാം കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നതും ലാഭസ്ഥാനത്തേക്ക് നോക്കുന്നതിനാലും ലാഭാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും സെപ്റ്റംബർ മാസം 23-ാം തീയതി വരെ നിവൃത്തി സ്ഥാനത്ത് ബുധൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി കാണുന്നത് കൊണ്ടും ബുധൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ. അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാരിൽ ഈ സമയത്ത് യാത്രകളിലും ഡ്രൈവിങ്ങിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും ക്ഷമാശീലത്തോടും കൂടി ചെയ്യുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ. വിശേഷിച്ച് സെപ്റ്റംബർ 23-ാം തീയതി വരെ വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്.
കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സെപ്റ്റംബർ മാസം 23-ാം തീയതി വരെ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. വിശേഷിച്ച് ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ സമയത്ത് ശിവക്ഷേത്രത്തിലെ ആയില്യ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും, നവഗ്രഹ ക്ഷേത്രത്തിലാണെങ്കിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനവും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്.